ഭാഗം 2. കറുത്ത കുർബാനകൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പരിശോധിക്കാം. നഗ്നമായ ശരീരത്തിൽ കറുത്തതോ കട്ട പിടിച്ച രക്തത്തിന്റെ നിറത്തിലോ ഉള്ള കൈയില്ലാത്ത പുരോഹിത വസ്ത്രം ധരിച്ച ആളായിരിക്കും കറുത്ത കുർബാന ചൊല്ലുക. ബലിപീഠത്തിൽ പൂർണ്ണ നഗ്നയായ സ്ത്രീയോ പന്നിയോ ആടോ കരടിയോ ഉണ്ടായിരിക്കും. ആർത്തവ രക്തവും ബീജവും കലർത്തിയ ഓസ്തി കത്തിക്കുകയോ എറിഞ്ഞു കളയുകയോ ആശീർവദിച്ച വീഞ്ഞ് തറയിൽ ഒഴിച്ച് കളയുകയോ ചെയ്യാറുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന വീഞ്ഞിനു പകരം കറുത്ത കുർബാനയിലാവട്ടെ തലയോട്ടിയിൽ നിറച്ച മൂത്രമോ രക്തമോ ആവും ഉപയോഗിക്കുക. മനുഷ്യക്കൊഴുപ്പിൽ ഉണ്ടാക്കിയെടുത്ത കറുത്ത മെഴുകുതിരി, കുറുക്കൻ്റെ തൊലിയിലോ മനുഷ്യൻ്റെ തൊലിയിലോ പൊതിഞ്ഞ ബൈബിൾ എന്നിവയും കറുത്ത കുർബാനയിൽ ഉപയോഗിക്കപ്പെടുന്നു. ആഘോഷങ്ങളിൽ മൊരിച്ച മനുഷ്യമാംസവും ഇവർ ഉപയോഗിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. ഉന്മാദത്തോടെയുള്ള ലൈംഗിക വീഴ്ചയോടൊപ്പം തന്നെ സാത്താന് നൽകുന്ന ബലിയായി നവജാത ശിശുക്കളുടെ ജീവനോടെ കുരിശിൽ തറയ്ക്കുകയും വിശുദ്ധ എണ്ണയിൽ മാമോദിസ മുക്കുകയും ചെയ്യാറുണ്ട്. മാത്രവുമല്ല, നഗ്നരാക്കിയ നവജാത ശിശുക്കളെ ബലിപീഠത്തിൽ വയ്ക്കാറുമുണ്ട്. ആൺകുട്ടികളുടെ കഴുത്ത് മുറിച്ച ശേഷം അവിടെ നിന്നും വരുന്ന രക്തമാവും കാസായിൽ ഒഴിക്കുന്നതിന് ഉപയോഗിക്കുക. ക്രിസ്ത്യൻ പ്രാർത്ഥനകളെ തലതിരിച്ചാണ് ഇവർ ചൊല്ലുക. നിന്ദ്യമായ ഫലപ്രഖ്യാപനങ്ങളാണ് കറുത്ത കുർബാനയിൽ ഉടനീളം ഉപയോഗിക്കുക. ക്രിസ്തുവിൻ്റെ അടയാളമായ കുരിശിനെ നിന്ദിക്കുന്നതിനായി ചിലർ കാൽവെള്ളയിലാണ് അവർ കുരിശ് പച്ചകുത്താറുള്ളത്. സാത്താൻ ആരാധകർ സാത്താനെ പ്രീതിപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒന്നാണ് വിശുദ്ധ കുർബാനയിൽ ക്രിസ്ത്യാനികൾ വണങ്ങുന്ന ഓസ്തി. ഇവ കരസ്ഥമാക്കാനും മറ്റും ഇവർ പണം ചിലവാക്കിയും അതിനുവേണ്ടി ഇടനിലക്കാരെ നിർത്തിയും അവർക്ക് കാശ് കൊടുത്തുകൊണ്ട് ഇവർ ഇത് സ്വന്തമാക്കുന്നു. അതുമല്ലെങ്കിൽ പള്ളികളിൽ നിന്നും മോഷ്ടിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇവരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നവ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിശ്വാസത്തിൻ്റെ വ്യാപ്തി എത്രയാണ് എന്നുള്ളത് ആരിലും ഭീതി ഉളവാക്കുക തന്നെ ചെയ്യും. വൈദികൻ വാഴ്ത്തിയ അഥവാ ആശീർവദിച്ച ഓസ്തിയാണ് അവർക്ക് വേണ്ടത്. അവ മോഷ്ടിക്കാനും മറ്റും പല രീതികൾ തന്നെ ഇവർ തിരഞ്ഞെടുക്കുന്നു. ഇവരുടെ ആരാധനയിൽ ബൈബിൾ ചവിട്ടുക, തുപ്പുക തുടങ്ങി ക്രിസ്ത്യാനികൾ കാണാൻ മടിക്കുന്ന എല്ലാമുണ്ട്. ബൈബിൾ കുത്തിക്കീറിയപ്പോൾ രക്തം വാർന്നൊഴുകുന്നതും ആരാധനയുടെ ഭാഗമാണ്. ഇവർക്ക് ആശീർവദിച്ച ഓസ്തിയാണ് വേണ്ടത്. അത് എങ്ങനെ മനസ്സിലാകും എന്ന ചോദ്യത്തിന് അവരുടെ മറുപടി ഇതായിരുന്നു. പൂജാമുറിയിലെ തലയോട്ടിയിൽ ഈ ഓസ്തി വെച്ച ശേഷം അവർ സാത്താൻ മന്ത്രങ്ങൾ ഉരുവിടും. ഒറിജിനൽ ഓസ്തി ആണെങ്കിൽ ഓസ്തിയിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുകുമെന്നാണ് വിശ്വാസം. വൈദികൻ ആശീർവദിക്കാത്ത ഓസ്തി അവർക്ക് വേണ്ട. മറിച്ച് ആശീർവദിച്ച ഓസ്തിക്ക് ലക്ഷങ്ങൾ നൽകി സ്വന്തമാക്കാനും ഇവർ മടിക്കില്ലത്രേ. ഇവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരുവൻ ഓസ്തി കൊണ്ടുവന്നു. പക്ഷേ അവന് പണത്തിൻ്റെ ആവശ്യം കാരണം കടയിൽ നിന്നും വാങ്ങിയതായിരുന്നു. ഓസ്തി തലയോട്ടിയിൽ വെച്ച് നോക്കിയപ്പോൾ ഓസ്തി ഒറിജിനലല്ലെന്ന് മനസ്സിലായി. അവന് താക്കീത് നൽകി. ഇനി ആവർത്തിച്ചാൽ ബലിക്ക് നൽകിയായിരിക്കും നിന്റെ അവസാനമുണ്ടാകുക എന്ന താക്കീത് നൽകിയാണ് അവനെ പറഞ്ഞുവിട്ടത്. ഇവരുടെ ലക്ഷ്യം ഇപ്പോൾ യുവജനങ്ങളാണ്. അതിനായി മദ്യം, മയക്കുമരുന്ന്, പെണ്ണ്, പണം, വാഹനം തുടങ്ങിയ എല്ലാ ആർഭാടവും അവർക്കായി ഇവർ നൽകുക തന്നെ ചെയ്യും. ഇതിനുവേണ്ടി യുവതിയുവാക്കളെ വലയിലാക്കാൻ പ്രണയവും ഇവർ നടത്തുന്നു. ഒരാളെ കിട്ടിയാൽ അവൻ മുഖേന അടുത്തയാളെ അന്വേഷിക്കും. പെൺകുട്ടികളെ കാഴ്ചവെക്കാനും ആൺകുട്ടികളെ കൊട്ടേഷനും വേണ്ടിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അതുമൂലം ഇവർ പണം കണ്ടെത്തുകയും ചെയ്യുന്നു. ആരെങ്കിലും ഇതിൽ വീണുപോയാൽ പിന്നെ ജീവിതം തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ്. സാത്താൻ എല്ലാം തരും എന്നാണ് ഇവരുടെ പക്ഷം. പക്ഷേ അതിനുവേണ്ടി സാത്താൻ ചോദിക്കുന്നത് ആത്മാവിനെ മാത്രമാണ്. ആത്മാവിനെ നേടാൻ വേണ്ടിയാണ് ഈ മനുഷ്യക്കുരുതി ഇവർ നടത്തുന്നത്. ഇവർക്ക് യുവതിയുവാക്കളെ എളുപ്പത്തിൽ ആകർഷിക്കാൻ കഴിയും. സുന്ദരിയായ സ്ത്രീകൾ, ലഹരികൾ, ആഡംബര വാഹനം, എപ്പോഴും കൈ നിറയെ പണം, ഇതുപോലെയുള്ള വലിയ ആഗ്രഹ സഫലീകരണം മുന്നിൽ വച്ചാൽ ഒട്ടുമിക്ക യുവാക്കളെയും വലയിലാക്കാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. ചിലർ സിനിമാ ഫീൽഡിൽ ഉള്ള നടിമാരെ ചോദിക്കും. എന്നാൽ ഒറ്റത്തവണ അവനെ ഒന്ന് വീഴ്ത്തിക്കെട്ടിയാൽ പിന്നെ അവൻ എങ്ങനെയൊക്കെ കളിച്ചാലും രക്ഷപ്പെടില്ല. കാരണം സാത്താൻ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അളക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് ഇവരുടെ വിശ്വാസം. അതുകൊണ്ട് ഇതിൽ വീണുപോയതിനു ശേഷം തിരികെ പോകാൻ ശ്രമിച്ച 3/4 ആൾക്കാരും ഇന്ന് ജീവനോടെ ഇല്ല എന്നതാണ് ശരിയായ വസ്തുത. ഇതിനായി ഡാർക്ക് നെറ്റ് എന്നൊരു ബ്രൗസർ വരെ സൈബർ ലോകത്ത് ഇവർക്ക് വേണ്ടി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് യുവതിയുവാക്കൾ മറ്റുള്ളവരും ഇവരെ സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും.
പല മതവിശ്വാസങ്ങളിൽ സാത്താൻ സേവ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. പല ക്രിസ്തീയ വിഭാഗങ്ങളുടെയും സങ്കല്പമനുസരിച്ച് ലോകാവസാനത്തിനടുത്ത നാളുകളിൽ യേശുക്രിസ്തുവിൻ്റെ കപട സാദൃശ്യത്തിൽ മനുഷ്യരെ വഴിതെറ്റിക്കാൻ വരാനിരിക്കുന്ന വ്യാജ മിശിഹായാണ് അന്തിക്രിസ്തു എന്നാണ് ഇവരുടെ വിശ്വാസം. ഇസ്ലാം മതത്തിൽ ഇങ്ങനെ പോകുന്നു: മസി അദ് ദജാൽ, വഞ്ചകനായ മശിഹ. ഇസ്ലാമിക യുഗാന്ത ചിന്തയിലെ ഒരു ദുഷ്ട വ്യക്തിത്വമായിട്ടാണ് ഇത് കടന്നു വരുന്നത്. ഭാവിയിൽ വിധി ദിവസത്തിനു മുമ്പ് മിശിഹായാണെന്ന് അവകാശപ്പെട്ട് ദജാൽ വരുവാനിരിക്കുന്നു. ദജാലിൻ്റെ സമയത്ത് വീണ്ടും വരുന്ന യേശുവായിരിക്കും അവനെ തോൽപ്പിക്കുന്നതെന്നും ഇസ്ലാം മതസ്ഥർ വിശ്വസിക്കുന്നു. പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഞാൻ നിങ്ങൾക്ക് അവനെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്നു. എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ ജനതകൾക്ക് അവനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. എന്നാൽ ഇതുവരെ അവനെക്കുറിച്ച് ഒരു പ്രവാചകനും പറയാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു: അവൻ ഒറ്റക്കണ്ണനായിരിക്കും. അള്ളാഹു ഒറ്റക്കണ്ണനല്ല. സാഹി ഗുദാരി. കറുത്ത തലപ്പാവുകൾ ധരിച്ച എൻ്റെ സമൂഹത്തിൽപ്പെട്ടവരായ 70,000 പണ്ഡിതന്മാർ ദജാലിനെ അനുഗമിക്കും. ജൂതമതത്തിൽ യഹൂദ യുഗാന്ത ചിന്തയിലെ ഒരു സമാന സങ്കല്പമാണ്. അർമിലസ് അവൻ യെരുശലേം കീഴടക്കുകയും യഥാർത്ഥ മിശിഹ വന്ന് അവനെ പരാജയപ്പെടുത്തുമെന്നതിന് മുൻപുള്ള കാലം യഹൂദ ജനതയെ പീഡിപ്പിക്കുകയും ചെയ്യും. അർമിലസിൻ്റെ അനിവാര്യമായ പരാജയം മിശിഹായുടെ യുഗത്തിൽ തിന്മയുടെ മേലുള്ള നന്മയുടെ അന്തിമ വിജയത്തെ സൂചിപ്പിക്കുന്നു. അർമിലസിനെ കഷണ്ടിത്തലയനും ഭാഗികമായി ബധിരനും അംഗഭംഗം വന്നവനും കുഷ്ഠരോഗിയുമായി ചില യഹൂദ സ്രോതസ്സുകൾ ചിത്രീകരിക്കുന്നു.